അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അഷ്കാലുൽ ഹുറൂഫിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തെ പാർട്ടിൽ നമ്മൾ ബ മുതൽ ഹ വരെ നോക്കി. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ദാല് മുതൽ ലാ വരെ ഉള്ള അക്ഷരങ്ങളുടെ വിവിധ രൂപങ്ങളാണ് നമ്മൾ നോക്കിയത്. അഷ്കാലുൽ ഹുറൂഫ് അതായത് ലെറ്റർ ഷേപ്സ്, ഓരോരോ ലെറ്റർ ഏതെല്ലാം രൂപത്തിലാണ് എഴുതുമ്പോൾ അതിന് മാറ്റം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നോക്കിയത്. അതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് നോക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഫസ്റ്റത്തെ ലെറ്റർ ഐൻ. ഈ ഐൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഐന് ശരിക്കും എന്താണ് വേറൊരു അക്ഷരമായിട്ട് മാറും. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഐന് ഫസ്റ്റിൽ വരുമ്പോൾ എങ്ങനെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഇൽമ്, ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ. അതിൻ്റെ ഫസ്റ്റ് തലഭാഗമുണ്ട്, ബാക്കി വാല് ഭാഗം താഴേക്ക് തൂങ്ങി നിൽക്കുന്ന വാല് ഭാഗം ഒഴിവാക്കിയിട്ട് മറ്റുള്ള അക്ഷരങ്ങൾ അതിന്മേൽ ചേർത്തിട്ടാണ് എഴുതിയിട്ടുള്ളത് അതിന് ഫസ്റ്റിൽ വരുമ്പോൾ. ഓക്കെ, ഇനി സെൻറ്ററിൽ നടുവിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. മുഅല്ലിം, കണ്ടോ, ആ ഐനാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ആ ഐന് മാറിയിട്ടുണ്ട്. കണ്ടല്ലോ, മുഅല്ലിം. ആ എന്നുള്ള കളർ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതാണ് ഐന്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വേറെ അക്ഷരം ചേർത്തിട്ടുണ്ട്, ബാക്കിൽ വേറെ അക്ഷരം ചേർത്തിട്ടുണ്ട്. പക്ഷെ ആ ഐന് എന്ത് ചെയ്തിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഐനാണ് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ അത് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഐന് ലാസ്റ്റ് വരുമ്പോഴും കണ്ടോ, ലാസ്റ്റ് വരുമ്പോഴും ആ ഐനിൻ്റെ വാലുഭാഗമുണ്ട്, പക്ഷെ തലഭാഗം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ജമാ, ജമാ, കണ്ടല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ഏതാന്ന് നോക്കാം. ഒയിൻ. ഐനിനെ പോലെ തന്നെയാണ് ഒയിനും. ഐനിന് ഡോട്ടില്ല, ഒയിനിന് ഡോട്ടുണ്ട്, അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, ഒസാല. ഒസാല, കണ്ടല്ലോ, ഒയിൻ്റെ ആ തലഭാഗമുണ്ട്, വാലുഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ലുആത്ത്, കണ്ടല്ലോ, ഒയിന് ഡോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഐനിനെ കണ്ട പോലെ തന്നെ അത് വളരെയധികം വ്യത്യാസം, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഐന് ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. തബ്ലീഗ്, കണ്ടോ, തബ്ലീഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റർ ഏതാന്ന് നോക്കാം നമുക്ക്. ഫാഗ്. ഫാഗ്. ഓക്കെ, ഫാഗ് ഫസ്റ്റ് വരുമ്പോൾ ഫവാക്കിഹ, കണ്ടല്ലോ, ആ ഫാൻ്റെ നമ്മൾ ബാക്ക് ചെയ്ത പോലെ തന്നെ വാല് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തലഭാഗം അവിടെ നിർത്തിയിട്ടുണ്ട്. ഫവാക്കിഹ. ഇനി ഫ എന്നുള്ളത് നടുവിൽ വരുമ്പോൾ, സെൻറ്ററിൽ വരുമ്പോൾ കഫസ്, അതേപോലെ തന്നെ തലഭാഗം നിർത്തി വാല് ഭാഗം കട്ട് ചെയ്ത് ഫാൻ്റെ മുൻപിലുള്ള അക്ഷരം അതിനോട് ചേർത്ത് ഫാൻ്റെ ശേഷമുള്ള അക്ഷരവും അതിനോട് ചേർത്ത് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ഇനി ഫ ലാസ്റ്റ് വരുമ്പോൾ ലൊയ്ഫ്, കണ്ടല്ലോ, ലൊയ്ഫ്. ആ ഫ എന്നുള്ള അക്ഷരം മുഴുവനായിട്ടും അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ലെറ്റർ. അടുത്ത ലെറ്റർ ഏതാ? കോഫ്. ഈ ഫാവും കോഫും തമ്മിൽ വ്യത്യാസം, ഫാവ് കുറച്ച് പരത്തിയിട്ടാണ് എഴുതുക, കോഫ് കുണ്ടാക്കിയിട്ടാണ് എഴുതുക, നല്ല താഴേക്ക് കുനിഞ്ഞ പോലെയാണ് എഴുതുക, കോഫ്. ഓക്കെ, ഇനി കോഫ് ഫസ്റ്റിൽ എഴുതുമ്പോൾ അതിൻ്റെ ആ താഴേക്കുള്ള കുനിഞ്ഞ ഭാഗം മുഴുവനായിട്ടും കട്ട് ചെയ്ത് കോഫിൻ്റെ തലഭാഗം അതിനോട് ചേർത്ത് എഴുതുകയാണ് ചെയ്തിട്ടുണ്ട്. കിത്ത്, കിത്ത്. ഓക്കെ, ഇനി സെൻറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സോക്കർ, കണ്ടല്ലോ, സോക്കർ. അതിൻ്റെ തലഭാഗം നിർത്തിയിട്ട് വാല് ഭാഗം മുറിച്ച് കളഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്, സോക്കർ. ഇനി കോഫ് ലാസ്റ്റ് വരുമ്പോൾ സ്വദീഖ്, സ്വദീഖ്. ആ കോഫ് മുഴുവനായിട്ടും അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ഏതാന്ന് നോക്കാം. കാഫ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് കോഫാണ്, ഇത് കാഫ്. ഈ കാഫ് നമ്മൾ എഴുതുമ്പോൾ നല്ല വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കണ്ടല്ലോ, കെൽബ്, കെൽബ്, കണ്ടോ, കെൽബ്. കാഫ് ആ നമ്മൾ ആദ്യം കണ്ട കെ അല്ല ഇപ്പോൾ, കണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ കെൽബ്. ഓക്കെ, ഇനി കാഫ് സെൻറ്ററിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ എഴുതിയ പോലെ തന്നെയാണ് സെൻറ്ററിൽ വരുമ്പോൾ ഷബക്കത്ത്, ഷബക്കത്ത്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുമ്പോൾ സമക്ക്. സമക്ക് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ കാഫ് കണ്ടത് അതുപോലെയാണ്
കാഫ് ലാസ്റ്റ് വരുമ്പോൾ സമക്ക്. കണ്ടോ? സമക്ക്. അപ്പോൾ കാഫ് ഫസ്റ്റ് വരുമ്പോഴും സെൻറ്ററിൽ വരുമ്പോഴും കാഫ് മാറ്റുണ്ട്. പക്ഷേ കാഫ് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കാഫ് എന്നുള്ള ഒരു ലെറ്റർ നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കാഫ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത അക്ഷരം നമുക്ക് നോക്കാം. ലാം. ലാം. ഓക്കെ, ലെയിൽ. കണ്ടല്ലോ? ലെയിൽ. ഫസ്റ്റ് അതിൻ്റെ ആ കുനിഞ്ഞ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് അത് നിവർത്തി അതിൻ്റെ തൊട്ടടുത്തുള്ള അക്ഷരത്തിനോട് ചേർത്ത് എഴുതാണ് ചെയ്തിട്ടുള്ളത്. ലെയിൽ. ഓക്കെ, ഇനി സെൻറ്ററിൽ വരുമ്പോൾ ഹാഫിലത്ത്. കണ്ടോ? അല്ലേ അവിടെ അതിനോട് ചേർത്ത് എഴുതിയിട്ടുണ്ട്, ഹാഫിലത്ത്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുമ്പോൾ ജമൽ. ലാം നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ കണ്ടത് അതുപോലെയാണ് ലാം ലാസ്റ്റ് വരുമ്പോൾ ജമൽ. ഓക്കെ, ഇനി അടുത്ത ലെറ്റർ മീം. കണ്ടല്ലോ? മീം. ഓക്കെ, മീം ഫസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. മസ്ജിദ്. കണ്ടോ? ആ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ കൂടെ മറ്റുള്ള അക്ഷരങ്ങൾ ചേർത്ത് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്, മസ്ജിദ്. ഓക്കെ, ഇനി മീം സെൻറ്ററിൽ വരുമ്പോൾ കെലിമത്ത്. കെലിമത്ത്. കണ്ടല്ലോ? മീമിൻ്റെ തലഭാഗം എടുത്തിട്ട് വാല് ഭാഗം മുറിച്ച് കളഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് എഴുതിയിട്ടുള്ളത്, കെലിമത്ത്. ഓക്കെ, ഇനി മീം ലാസ്റ്റ് വരുമ്പോൾ കണ്ടോ? കലം. നമ്മൾ ഫസ്റ്റ് മീം എങ്ങനെയാണോ കണ്ടത് അത് പൂർണ്ണമായിട്ടും അതിനോട് ചേർത്ത് എഴുതിയിട്ടുണ്ട്, കലം. ഓക്കെ, ഇനി അടുത്തത് നൂൻ. നൂൻ. ഓക്കെ, നൂൻ ഫസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം നമുക്ക്. നൂൻ നഹർ. കണ്ടല്ലോ? കൊണ്ടായി നിൽക്കുന്ന കുനിഞ്ഞ് നിൽക്കുന്ന നൂനെ നമ്മൾ നിവർത്തിയിട്ട് അതിന് മുകളിൽ ഒരു ഡോട്ടും കൊടുത്ത് അതിൻ്റെ കൂടെ മറ്റുള്ള അക്ഷരങ്ങൾ ചേർത്ത് എഴുതാൻ ചെയ്തിട്ടുള്ളത്, നഹർ. ഓക്കെ, നഹർ. ഓക്കെ, ഇനി നൂന് സെൻറ്ററിൽ വരുമ്പോൾ മൻസിൽ. കണ്ടോ? മൻസിൽ. നമ്മൾ നൂന് ഫസ്റ്റ് കണ്ട പോലെ തന്നെയാണ് ഇതിലും. എന്താണ്, നൂനിൻ്റെ ഫസ്റ്റ് ചേർക്കേണ്ട അക്ഷരം ഫസ്റ്റും ലാസ്റ്റ് ചേർക്കേണ്ട അക്ഷരം ലാസ്റ്റും അതിനോട് ചേർത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നൂന് ലാസ്റ്റ് വരുമ്പോഴെങ്ങനെയാണ് നോക്കാം നമുക്ക്. സാമൻ. കണ്ടോ? സാമൻ. ആ നൂന് പൂർണ്ണമായിട്ടും അവിടെ എഴുതിയിട്ടുണ്ട്, സാമൻ. ഓക്കെ, ഇനി അടുത്ത അക്ഷരം ഏതാ നോക്കാം. നൂന് കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഹായ്. കണ്ടോ? ഹായ്. ഈ ഹായിനും അത് വളരെയധികം വ്യത്യാസം സംഭവിക്കുന്നുണ്ട് എഴുതുന്ന സമയത്ത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഹായ് ഫസ്റ്റ് വരുമ്പോൾ ഹറം. കണ്ടോ? നമ്മൾ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ ഹറം. കണ്ടോ? ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഫസ്റ്റിൽ എഴുതുമ്പോൾ ഹായ് നമ്മൾ എങ്ങനെയാണോ ഹായ് എന്ന ലെറ്റർ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ, അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി ഹായ് എന്നുള്ള ലെറ്റർ സെൻറ്ററിൽ വരുമ്പോൾ കണ്ടോ? നഹർ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഹാ ആണെന്ന് മനസ്സിലാവും. പക്ഷേ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ ഹാൻ്റെ മുൻപിലും ഹാൻ്റെ ശേഷം ഓരോ ലെറ്ററുകൾ ചേർത്ത് ഹാ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഹാ എന്നുള്ള ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. വജ്ഹ്. കണ്ടോ? ഹാവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഹാ എന്നുള്ള അക്ഷരം ലാസ്റ്റ് വരുമ്പോൾ. വജ്ഹ്. വജ്ഹ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അക്ഷരം ഏതാണ് നോക്കാം. വാവ്. ഏതാണ്? വാവ്. ഇങ്ങനെ അതിൻ്റെ ഉച്ചാരണം വാവ് കേട്ടോ. അപ്പോൾ വാവിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ദാല്, ദാല്, റോ, സായ് ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? അതിൻ്റെ ശേഷം അക്ഷരത്തിൻ്റെ ബാക്കിൽ വേറൊരക്ഷരം ചേർത്ത് എഴുതില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതേ രീതിയാണ് വാവിനും. വാവ് കഴിഞ്ഞിട്ട് അതിനോട് വേറൊരക്ഷരം ചേർത്ത് എഴുതൂല. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. വറക്ക. കണ്ടോ? വറക്കത്ത്. വറക്കത്ത്. ആ വാനോട് നമ്മൾ വേറൊരക്ഷരം ചേർത്ത് എഴുതിയിട്ടില്ല. ഓക്കെ, ഇനി വ നടുവിൽ വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. സെൻറ്ററിൽ വരുമ്പോൾ ലൈമൂൺ. ലൈമൂൺ. വാവിൻ്റെ ഫ്രണ്ടിൽ മുന്നേ നമുക്ക് ഏതക്ഷരം വേണമെങ്കിലും ചേർത്ത് എഴുതാം. പക്ഷെ വാവ് കഴിഞ്ഞിട്ട് വാവിന് ശേഷം നമുക്കൊരക്ഷരം അതിനോട് ചേർത്ത് എഴുതാൻ കഴിയൂല. ഓക്കെ, ഇനി വാവ് ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ്? അഫൂവ്. അഫൂവ്. ഓക്കെ,
അഫുവ്. കണ്ടല്ലോ, വാവിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് എത്ര അക്ഷരങ്ങൾ വേണമെങ്കിൽ ചേർത്ത് എഴുതാം. വാവിൻ്റെ ശേഷം നമുക്ക് ഒരക്ഷരം പോലും ചേർത്ത് എഴുതാൻ കഴിയില്ല. ഓക്കെ, ഇനി അടുത്ത അക്ഷരം ഏതാന്ന് നോക്കാം നമുക്ക്. യാ. അറബിയിലെ ലാസ്റ്റ് അക്ഷരം യാ. ഓക്കെ, ഈ യാ ഫസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. യാ ഫസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ്? ബേ പോലെയാണ് വരുന്നത് അല്ലേ. നമ്മൾ യാ എന്നുള്ള ലെറ്റർ കണ്ട പോലെയല്ല യാ ചേർത്ത് എഴുതുമ്പോൾ ബേ എന്ന പോലെയാണ് വരുന്നത്. ബാക്ക് ഒരു ഡോട്ടുള്ളൂ, പക്ഷേ യാക്ക് 2 ഡോട്ടുണ്ട്, 2 പുള്ളിയുണ്ട്. ഓക്കെ, യൗമ്. ഇനി യാ എന്നുള്ള അക്ഷരം സെൻറ്ററിൽ വരുമ്പോൾ, നടുവിൽ വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം നമുക്ക്. ബഈദ്. കണ്ടല്ലോ, ബഈദ്. ഓക്കെ, അപ്പോൾ യാൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതാം. നമ്മൾ ബാ എഴുതിയ പോലെ തന്നെ യാണ് യാവും. ഓക്കെ, യാൻ്റെ മുന്നിലും ബാക്കിലും നമ്മൾക്ക് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതാം. നമ്മൾ ബാ എഴുതിയ പോലെ തന്നെയാണ് യാവും. ബാക്ക് ഒരു ഡോട്ടുള്ളൂ, യാക്ക് 2 ഡോട്ടുണ്ട്, അതാണ് വ്യത്യാസം. ഇനി യാ ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം നമുക്ക്. യാ ലാസ്റ്റ് വരുമ്പോൾ കുർസി. കണ്ടല്ലോ, അത് മുഴുവനായിട്ടും എഴുതിയിട്ടുണ്ട്. ആ യാ എന്നുള്ള അക്ഷരം മുഴുവനായിട്ടും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ ഏത് അക്ഷരമാണോ ചേർക്കേണ്ടത് അതിന്മേൽ ചേർത്ത് എഴുതിയിട്ടും ഉണ്ട്. അടുത്ത അക്ഷരം ഹംസ. ഹംസൻ്റെ പ്രത്യേകത, ഹംസക്കൊരു മാറ്റം സംഭവിക്കുന്നില്ല, പക്ഷെ അത് വെക്കുന്ന സ്ഥലങ്ങളിൽ ഹംസ എവിടെയാണോ വെക്കുന്ന സ്ഥലങ്ങൾ മാറ്റം സംഭവിക്കും. അപ്പോൾ ഉദാഹരണങ്ങളൊന്ന് നോക്കിക്കോളൂ. ഫസ്റ്റത്തെ ഉദാഹരണം ആമന. ആമനയിൽ ഹംസ ഒറ്റക്കാണുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റർ ഉഫിക്ക. കണ്ടോ, അലിഫിൻ്റെ മുകളിലാണ് ഹംസ വന്നിട്ടുള്ളത്. അലിഫിൻ്റെ മുകളിൽ ഹംസ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഹംസ എവിടെ വന്നിട്ടുള്ളത് നോക്കൂ. കണ്ടോ, യാഇൻ്റെ മുകളിലാണ് ഹംസ വന്നിട്ടുള്ളത്. അത് യാ എന്നല്ല വായിക്കുക, ആ എന്ന് തന്നെ വായിക്കുക. കുരി അ. ഓക്കെ, യാൻ്റെ മുകളിലാണ് ഹംസ വന്നിട്ടുള്ളത്, പക്ഷെ അത് വായിക്കൽ യാ എന്നല്ല ആ എന്നാണ്, കുരി അ. ഓക്കെ, ഇനി അടുത്തത് വാവിൻ്റെ മുകളിലാണ് ഹംസ വന്നിട്ട്, അത് ഹാ ഉ എന്നല്ല വായിക്കുക, ഹാ ഉ എന്നാണ്, ഹാ ഉ മു, ഹാ ഉ മു. ഓക്കെ, ഹംസ വന്നിട്ടുള്ളത് വാവിൻ്റെ മുകളിലാണ് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് വായിക്കേണ്ടത് ഹംസൻ്റെ സൗണ്ടാണ് ഉ എന്നാണ്, ഹാ ഉ മു. ഓക്കെ, ഇനി ഹംസ വന്നിട്ടുള്ളത് മ ആ ബി. കണ്ടോ, ജസ്റ്റ് ഒരു സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ ഹംസ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വായിക്കേണ്ടത്? മ ആ ബി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പലപ്പോഴും നമുക്ക് അറബി ഗ്രന്ഥങ്ങളിലും ഖുർആനിലൊക്കെ ഹംസ കാണാൻ പറ്റും. അപ്പോൾ വാവിൻ്റെ മുകളിലായാലും യാഇൻ്റെ മുകളിലായാലും അലിഫിൻ്റെ മുകളിലായാലും ഒക്കെ ഹംസ തന്നെയാണ്. അപ്പോൾ അത് വാവിൻ്റെ മുകളിലാണെന്ന് വെച്ചിട്ട് വാവിൻ്റെ സൗണ്ടോ യാഇൻ്റെ മുകളിലാണെന്ന് വെച്ചിട്ട് യാഇൻ്റെ സൗണ്ടോ വരില്ല. ഹംസക്ക് ഹംസൻ്റെ സൗണ്ട് മാത്രമേ വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രത്യേകം. അപ്പോൾ ഇത്രയാണ് അറബി അക്ഷരങ്ങളുടെ അഷ്കാലുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ രൂപങ്ങൾ. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് വായിക്കാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.